ഹായ് ഹലോ സുഹൃത്തെ, എൻ്റെ പേര് സെൽവി എന്നാണ്. ഞാനിപ്പോൾ ഇവിടെ ഈ തണ്ണീർമുക്കം ചേർത്തല തണ്ണീർമുക്കം ബണ്ടിനടുത്താണ്. ഈ വീഡിയോ നമ്മളിപ്പോൾ ചെയ്യാൻ കാരണം എന്താണെന്നറിയോ? നമ്മൾ ചേർത്തല തണ്ണീർമുക്കം പാലത്തിൻ്റെ ഒരു അവസ്ഥ ഒന്ന് കാണണ്ടേ. റോഡെല്ലാം പൊട്ടി പൊളിഞ്ഞ് മൊത്തം ഒരു ബൈക്ക് യാത്രക്കാരനോട് ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എത്ര മാസമായിരുന്നു ഇതിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. നമ്മുടെ ഒരു അവസ്ഥയാണത്. ഒരു ബൈക്ക് യാത്രക്കാരൻ പോയി അവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്ത് കുഴിയാണ് ഇവിടെ, മൊത്തം കുഴിയാണ്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്ന എല്ലാ ദുരന്തങ്ങളും നമ്മളും ഇതിൻ്റെ അകത്ത് ഉത്തരവാദിയാണ്. ഈ കുഴികളിൽ വീണ് നമ്മുടെ ബൈക്കും കാലിനൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആരാണ് ചോദിക്കാനുള്ള? ആരുമില്ല. ഒരു നഷ്ടപരിഹാരം തന്നു അത് വൈകിട്ടാകുമ്പോൾ ഒരു ടി വിയുടെ മുമ്പിൽ ഒരു ചർച്ചയും വെച്ച് അടുത്ത പുറകെ വന്ന വണ്ടി നമ്മുടെ നെഞ്ചത്തൂടെ കയറ്റിക്കൊണ്ട് പോകത്തുള്ളൂ. അതുപോലത്തെ അവസ്ഥയാണ് റോഡിൻ്റെ അവസ്ഥ. അതുമല്ല, ഇപ്പം അവിടെ ടൂറിസ്റ്റുകളുടെ ഇത് ഉള്ളതുകൊണ്ട് ബോട്ടിങ്ങും അതെല്ലാം കൂടെ ഉള്ളതുകൊണ്ട് ഒത്തിരി വണ്ടികളാണ് വരുന്നത്. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ആ വഴി വരവുമാണ്. അത് കാരണം മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ ഈ റോഡിൻ്റെ പണി പെട്ടെന്ന് തന്നെ ചെയ്യണമെന്ന് ചെയ്യാൻ വേണ്ടിയാണ് നോക്കേണ്ടത്. അത് കാരണം താമസിപ്പിക്കരുത്. അത് എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ നടപടികളെടുത്ത് അധികാരികളുടെ ശ്രദ്ധയിലെത്തിക്കണം. മാക്സിമം ഷെയർ ചെയ്യണം. അധികാരികളുടെ ശ്രദ്ധയിലെത്തിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ ബൈക്ക് യാത്രക്കാരെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നതാണ്. അതിലൂടെ പോകുമ്പോൾ മാക്സിമം സ്പീഡ് കുറച്ച് അതിലെ വഴി പോകാവുള്ളൂ. അതിൻ്റെ അവസ്ഥ കണ്ടല്ലോ, ഭയങ്കര ദയനീയ അവസ്ഥയാണത്. എല്ലാവരും ശ്രദ്ധിക്കുക. ഇനിയൊരു അവസ്ഥ, ഒരപകടം, ഒരവസ്ഥ നമുക്ക് കേരളത്തിൽ താങ്ങാവുന്നതിനപ്പുറമാണ്.